നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. മുഖ്യമന്ത്രി പറഞ്ഞ നിർണായകമായ ദിവസം, ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ദിവസം. ധവളപത്രം ഇന്ന് വെക്കുകയാണ് സംസ്ഥാന സർക്കാർ. രാവിലെ 8 മണിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ മേശപ്പുറത്ത് വയ്ക്കുമ്പോഴേക്കും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അതായത് 19 ബഡ്ജറ്റാണ്. അതിനു മുമ്പേ ധവളപത്രമൊക്കെ ഇറക്കുമ്പോഴേക്കും അത് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ട എന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. എന്താണ് ധവളപത്രത്തിൽ വരാൻ പോകുന്നത്, എന്തൊക്കെയാണ് കഴിഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണയൊക്കെ കിട്ടും. അതിനിടെ ട്രംപിന് തിരിച്ചടിയുണ്ട്. വ്യക്തമായി നോക്കാം തലക്കെട്ടുകളിലേക്ക്. ഇറാൻ യുദ്ധത്തിൽ ട്രംപിന് തിരിച്ചടി. അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ യുദ്ധം പാടില്ലെന്ന് ജനപ്രതിനിധി സഭ. പ്രമേയം വോട്ടിനിട്ട് പാസാക്കി. ഡെമോക്രാറ്റുകളെ പിന്തുണച്ച 4 റിപ്പബ്ലിക്കൻ അംഗങ്ങളും. പ്രമേയം ഇനി സെനറ്റിലേക്ക്. ഇസ്രായേൽ ലെബനൻ വീണ്ടും വെടിനിർത്തൽ ധാരണ. ഇടുക്കി പാമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടം ഇടിഞ്ഞു വീണു. അപകട സമയത്ത് തൊഴിലാളികളില്ലാത്തതിനാൽ ഒഴിവായത് വൻ ദുരന്തം. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം ഇന്ന് നിയമസഭയിൽ. സാമ്പത്തിക പരിഷ്കരണ നിർദ്ദേശങ്ങൾക്ക് സർക്കാർ. നന്ദി പ്രമേയ ചർച്ച പൂർത്തിയാകും. ഓപ്പറേഷൻ തൂഫാനിൽ നടപടികൾ കടുപ്പിച്ച സർക്കാർ. 137 പേർ കസ്റ്റഡിയിൽ. നഗരങ്ങളിലും ബീച്ചുകളിലും പരിശോധനാ വ്യാപകം. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ കനക്കും. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യത. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും ഭൂമി കയ്യേറ്റം. വ്യാജ പട്ടയത്തിന്റെ പേരിൽ സർക്കാർ ഏറ്റെടുത്ത ഭൂമി കയ്യേറിയെന്ന് പരാതി. അനധികൃത നിർമ്മാണവും സജീവം. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി പാമ്പനാറിൽ ബഹുനില കെട്ടിടം ഇടിഞ്ഞു വീണു. നിർമ്മാണത്തിൽ ഇരുന്ന 5 നില കെട്ടിടമാണ് നിലം പതിച്ചത്. ആളപായമില്ല. പ്രിൻസ് ബി ജെയിംസ് വിശദാംശങ്ങളുമായി ഉണ്ട്. പ്രിൻസ്, ഇത് എത്ര വർഷം മുമ്പ് പഴക്കമുള്ളൊരു കെട്ടിടമാണ്? ഇതിൻ്റെ നിർമ്മാണത്തിലുള്ള അപാകത തന്നെയാണോ ചൂണ്ടിക്കാണിക്കുന്നത്? പിന്നെ ഇത് എത്ര മണിക്കായിരുന്നു അപകടം? തൊഴിലാളികളില്ല, ചുറ്റും ആളുകളും ഉണ്ടാവാത്തത് കൊണ്ട് വലിയ ദുരന്തം ഒഴിവായല്ലേ? പ്രിൻസ് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രിൻസ്, ഇത് എത്ര മണിക്കായിരുന്നു ഈ അപകടം സംഭവിച്ചത്? വർഷങ്ങളോളം പഴക്കമുള്ള കെട്ടിടമായിരുന്നു. ഇതിന് കൃത്യമായ രീതിയിൽ ഉള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിട്ട് തന്നെയാണ് ഈ കെട്ടിടം ഉള്ളതെന്നൊരു ചോദ്യമുണ്ട്. പിന്നെ ഇത് എത്ര മണിക്കായിരുന്നു ചോദിക്കാൻ കാരണം തൊഴിലാളികളില്ലാന്ന് മനസ്സിലാക്കുന്നു. ചുറ്റും ആളുകളും ഉണ്ടായിരുന്നില്ല. വലിയ അപകടം ഒഴിവായി. വിശദാംശങ്ങൾ. ഹരി, ഇന്ന് പുലർച്ചെ ഏകദേശം 2 മണിക്കും 3 മണിക്കും ഇടയിലാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത്. വലിയ ദുരന്തമാണ് ഒഴിവായത്. പ്രത്യേകിച്ചും ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന ഒരു കെട്ടിടമാണ്, നിർമ്മാണത്തിലിരുന്ന കെട്ടിടമാണ്. പുതുതായി നിർമ്മിച്ചുകൊണ്ടിരുന്ന കെട്ടിടമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 5 നില കെട്ടിടമായിരുന്നു. കെട്ടിടത്തിന്റെ 3 നില റോഡിന്റെ താഴ്ഭാഗത്തായും പിന്നീടുള്ള 2 നിലയാണ് റോഡിനോട് ചേർന്ന് മുകളിലായിട്ട് വരുന്നത്. ഈ ഭാഗം പൂർണ്ണമായും, കെട്ടിടം പൂർണ്ണമായും തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണുള്ളത്. ആദ്യത്തെ 3 നില കോൺക്രീറ്റിംഗ് അടക്കമുള്ള നടപടികൾ നടന്നിരുന്നു. ഭിത്തിയൊക്കെ ഉയർന്നിരുന്നു. ആ ഭാഗമെല്ലാം പൂർണ്ണമായും ഇടിഞ്ഞു വീണു. അതായത് കെട്ടിടവും റോഡും തമ്മിലുള്ള ഭാഗത്ത് മണ്ണ് നികത്തിയിരുന്നു. ഈ ഭാഗത്തുണ്ടായിലേക്ക് കൂടുതൽ വെള്ളം ഇറങ്ങിയതൊക്കെ ആവാം അപകടത്തിന് കാരണമെന്നാണ് കരുതുന്നത്. എന്തായാലും നിർമ്മാണത്തിന് അപാകതയാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് നയിച്ചത്. വലിയ ഒരു ദുരന്തം തന്നെയായിരുന്നു. എന്തായാലും ആളുകൾ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. തൊഴിലാളികളും രാത്രിയായിരുന്നതിനാൽ തൊഴിലാളികളും ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ദുരന്തം ഒഴിവായി. കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. കാരണം ഈ നിലവിൽ ഈ ദേശീയപാതയോട് ചേർന്നുള്ള നിർമ്മാണമാണ് നടക്കുന്നത്. എന്തായാലും വലിയ ദുരന്തം ഒഴിവായ ഒരു സാഹചര്യം കൂടിയുണ്ട്. പഞ്ചായത്തിനടക്കമുള്ള അനുമതികളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരം വലിയൊരു കെട്ടിടം ഈ മേഖലയിൽ നിർമ്മിക്കുന്നതിനുള്ള അനുമതികളൊക്കെ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചും ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. റോഡ് നിരപ്പിൽ നിന്നും 2 നില മുകളിലേക്കും 3 നില താഴേക്കും എന്ന രീതിയിലായിരുന്നു നിർമ്മാണം നടന്നത്. കൃത്യമായി നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. റോഡുമായി അല്പം ദൂരമുണ്ട് ആ ഭാഗത്തുള്ള മണ്ണ് നികത്തുന്ന അടക്കമുള്ള നടപടികളിലെ മണ്ണ് നികുതിയൊക്കെ കുറവും അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് വെള്ളം ഇറങ്ങി നോക്കി ആകാം അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത്. ഹരി, ശക്തമായ മഴയും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും
നിർമ്മാണത്തിലെ അപാകത എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. കെട്ടിടത്തിൻ്റെ അടിത്തറയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടമാണ്, അതിനിടയിലാണ് ഈ ഒരു ബഹുനില കെട്ടിടം, പ്രത്യേകിച്ച് 5 നില ഉള്ള കെട്ടിടം താഴേക്ക് വീഴുന്നത്. വലിയ ദുരന്തമാണ് ഒഴിവായത്. പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞതുപോലെ 2:30-3 മണിയായിരുന്നു. അപ്പോൾ ചുറ്റും തൊഴിലാളികളൊന്നും ഉണ്ടായിരുന്നില്ല, നാട്ടുകാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ ദുരന്തമാണ് ഒഴിവായത്. സ്വാഭാവികമായിട്ടും അന്വേഷണം ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ഒരു കെട്ടിടം തകർന്നു വീഴാനുള്ള കാരണവുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണത്തിൻ്റെ അപാകതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്ന രീതിയിൽ. പ്രിൻസേ, ഇതിൻ്റെ അന്വേഷണം എങ്ങനെയായിരിക്കും തുടരുന്ന എന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ധാരണകൾ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെയാണ്, എന്നാലും ഹരി, എന്തായാലും ഇന്ന് പുലർച്ചെ തന്നെ അധികൃതർ ഇവിടെ എത്തി നടപടികൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും പഞ്ചായത്ത് അധികൃതരും റവന്യൂ അധികൃതരും ഒക്കെ മേഖലയിലെത്തി അന്വേഷണം ആരംഭിക്കും. കൃത്യമായ തെളിവുകൾ ശേഖരിക്കും. കാരണം വലിയൊരു കെട്ടിടമാണ്, ദുരന്തം ഒഴിവായെങ്കിൽ പോലും തോട്ടം മേഖലയാണ്. ഒപ്പം ഇനി ദേശീയപാതയോട് ചേർന്ന് നിന്ന ഒരു നിർമ്മാണം കൂടിയാണ്. അതുകൊണ്ട് ദേശീയപാതയ്ക്കുള്ള അപകട സാധ്യതയുണ്ടോ എന്നത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദേശീയപാത അധികൃതരും ഈ മേഖലയിലെത്തി പരിശോധന നടത്തുമെന്ന് വേണം നമുക്ക് കരുതാൻ. ദേശീയപാതയോട് ചേർന്നാണ് മണ്ണിട്ട് നികത്തി ഉയർത്തി ഈ കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരുന്നത്. റോഡും പാതയും തമ്മിലുള്ള ഭാഗത്ത്, കെട്ടിടവും പാതയും തമ്മിലുള്ള ഭാഗത്ത് കൃത്യമായി മണ്ണ് നികത്തി ഇട്ടിരുന്നു. വലിയ റോഡിൽ നിന്ന് വലിയ താഴ്ചയിലോട്ട്, അതായത് 3 നില റോഡിൽ നിന്ന് താഴെയായിട്ടാണ്. അപ്പോൾ തന്നെ അത് മണ്ണ് എത്രമാത്രം ഉയർത്തി വേണം ഈ ഭാഗം ഫില്ല് ചെയ്യാൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു അന്വേഷണം അതിരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് നമുക്ക് കരുതുന്നത്. യെസ്, വ്യക്തമാണ് പ്രിൻസ്. എന്തായാലും കൃത്യമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രാവിലെ തന്നെ അധികൃതർ എത്തി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കും. പ്രിൻസാണ് വിശദാംശങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവില്ല. ഹോർമുസിൽ അമേരിക്കൻ പടക്കപ്പൽ ആക്രമിച്ച് ഇറാൻ. എന്നാൽ US സെൻട്രൽ കമാൻഡ് ഇത് നിഷേധിച്ചു. കുവൈറ്റ് വിമാനത്താവളത്തിൽ നടന്ന ആക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. സമാധാന ചർച്ചയിൽ യാതൊരു പുരോഗതിയുമില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. എന്നാൽ ഈ വാരാന്ത്യത്തോടെ ഒരു കരാർ ഉണ്ടാകുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇതിനിടെ യുദ്ധത്തിനെതിരെ അമേരിക്കൻ ജനപ്രതിനിധി സഭ പ്രമേയം പാസാക്കി. ഇനി സെനറ്റിലും ബില്ല് പാസ്സായാൽ ട്രംപിന് അത് വൻ രാഷ്ട്രീയ തിരിച്ചടിയായി മാറും. അതേസമയം ലെബനനും ഇസ്രായേലിനും ഇടയിൽ വെടിനിർത്തലിന് ധാരണയായി. അജയ് സുധാ ബിജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ട്രംപിന് തിരിച്ചടിയുണ്ട്, ലെബനൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ധാരണ ഉണ്ടായിട്ടുണ്ട്. അത് തുടരുമോ എന്നൊരു ചോദ്യം നിൽക്കുകയാണ്. പക്ഷേ നമുക്ക് ആദ്യം ട്രംപിലേക്ക് വരാം. കാരണം ട്രംപിന് കിട്ടിയൊരു തിരിച്ചടി, ഇനി സെനറ്റിലും കൂടിയ ബില്ല് പാസ്സാവണം, എന്നാലേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും കോൺഗ്രസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അമേരിക്കൻ കോൺഗ്രസ് കൃത്യമായിട്ടൊരു നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഇവർക്ക് ആദ്യം മുതൽ തന്നെ ഈ യുദ്ധം, ഏകദേശം ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധമാണ്, 4 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ മുതൽ തന്നെ ജനവികാരവും എതിരാണ്. അത് തന്നെയാണ് ഇവിടെയും പ്രതിഫലിച്ചതെന്ന് കണക്കാക്കാവോ? തീർച്ചയായിട്ടും ഇത് ട്രംപിന് ഒരു രാഷ്ട്രീയ തിരിച്ചടി തന്നെയാണ്. ഈ ബില്ല് പൂർണ്ണമായിട്ടും പാസ്സാകുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ഈ ബില്ല് ഇപ്പോൾ US കോൺഗ്രസിൽ പാസ്സാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ച് വലിയ തോതിൽ അവർക്കൊരു കരുത്ത് നൽകും. അതുപോലെ റിപ്പബ്ലിക്കൻ പാർട്ടിയെ സംബന്ധിച്ച് ഇതൊരു ക്ഷീണവും കൂടിയാണ്. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടി നേതൃത്വത്തെ അവഗണിച്ചുകൊണ്ട് 4 റിപ്പബ്ലിക്കൻ മെമ്പേഴ്സ് ഡെമോക്രാറ്റുകളെ പിന്തുണച്ചതുകൊണ്ടാണ് ഈ ബില്ല് പാസ്സായത്. ഈ ബില്ലിന്റെ വോട്ടെടുപ്പ് നോക്കുകയാണെങ്കിൽ 208 വോട്ടിന് എതിരെ 215 വോട്ട് കൊണ്ടാണ് ഈ ബില്ല് നിലവിൽ ജനപ്രതിനിധി സഭയിൽ, അതായത് US കോൺഗ്രസിൽ പാസ്സായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ട്രംപിനെ സംബന്ധിച്ച് വലിയൊരു അടി തന്നെയാണ്. ഈ ബില്ലിന് ഇനി അടുത്ത 2 ഘട്ടങ്ങൾ കൂടി കടക്കാനുണ്ട്. ഇത് പൂർണ്ണമായിട്ടും ഈ ബില്ല് പാസ്സായി ഇറാനുമായിട്ടുള്ള US സംഘർഷം അവസാനിക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്ക് അധികം വെച്ച് പുലർത്താൻ സാധിക്കില്ല. കാരണം ഈ ബില്ല് ഇനി അടുത്ത സെനറ്റിലേക്കാണ് പോകുന്നത്. സെനറ്റിൽ വലിയൊരു ഭൂരിപക്ഷം തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളാണുള്ളത്. ഇനി സെനറ്റിലും ഈ ബില്ല് പാസ്സായെന്ന് തന്നെ ഇരിക്കട്ടെ, ഇനി അടുത്ത പ്രസിഡന്റിന് വേണമെങ്കിൽ തൻ്റെ വീറ്റോ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ ബില്ലിനെ പൂർണ്ണമായിട്ടും തടയാനാകും. അപ്പോൾ പ്രസിഡന്റിന് അങ്ങനെ ഒരു അധികാരം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ സെനറ്റിൽ ഇതിന് സമാനമായിട്ട് ഈ ട്രംപിന്റെ വാർ പവേഴ്സിനെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മെയ്യിൽ ഒരു ബില്ല് സമാനമായിട്ടുള്ള രീതിയിൽ വന്നിരുന്നു. പക്ഷേ സെനറ്റിൽ അത് പരാജയപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ US കോൺഗ്രസിലാണെങ്കിലും 4 തവണ സമാനമായിട്ടുള്ള രീതിയിൽ ബില്ല് പാസ്സാക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇപ്പോൾ അത് വിജയിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സെനറ്റിന്റെ പരിഗണനയിൽ പോയി സെനറ്റിൽ പാസ്സാകണം. അതിനുശേഷമാണ് ഇതൊരു നിയമമായി വരിക.
എന്നാൽ അതിനിടയ്ക്ക് വേണമെങ്കിൽ ട്രംപിന് വീറ്റോ അധികാരം പ്രയോഗിക്കാം. പക്ഷേ അതിൻ്റെ സാധ്യത അധികം കാണുന്നില്ല. കാരണം ഇനി അടുത്ത നവംബറോട് അടുപ്പിച്ച് അമേരിക്കയിൽ ഈ മിഡ് ടേം ഇലക്ഷൻസ് വരികയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും റിപ്പബ്ലിക്കൻ പാർട്ടിയെ സംബന്ധിച്ച് ഒരിക്കലും നിസ്സാരമായി കാണാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപിന് സ്വയം വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ റെസൊല്യൂഷൻ അങ്ങനെ പിൻവലിപ്പിക്കാൻ സാധ്യതയില്ല. ട്രംപിന് എത്രയും വേഗം ഈ സംഘർഷം അവസാനിപ്പിച്ചുകൊണ്ട് തൻ്റെ പഴയ ജനപ്രീതി തിരിച്ചു പിടിക്കുക അത് തന്നെയാണ് ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ ചർച്ച വളരെ സുഗമമായി തന്നെ നടക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ഒരു കരാറിലേക്ക് എത്തിച്ചേരാം എന്നെല്ലാം ട്രംപ് ഇപ്പോൾ ആവർത്തിച്ച് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണെങ്കിലും ട്രംപ് പ്രതികരിച്ചത് ഇപ്പോൾ ചർച്ചകൾ വളരെ സുഗമമായി തന്നെ നടക്കുന്നു, എല്ലാ ദിവസവും ചർച്ചകൾ നടക്കുന്നുണ്ട്, ഈ വാരാന്ത്യത്തോടെയെങ്കിലും ഒരു കരാറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി പറയുന്നത് US-ഉമായിട്ടുള്ള ചർച്ചയിൽ യാതൊരുവിധ പുരോഗതിയും ഇല്ല എന്നുള്ളതാണ്. US-ന് തങ്ങൾക്ക് നേരെ ഉപരോധങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ യുദ്ധം നടത്തിക്കൊണ്ടും തങ്ങൾക്ക് നേരെ വിജയിക്കാനാകാത്തത് ഇനി എന്ത് തരത്തിലുള്ള നീക്കം നടത്തിയാലും അവർക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്നും അബ്ബാസ് അരക്ചി പറഞ്ഞു വെക്കും. അല്ല അജയ്, ഇത് തന്നെയാണല്ലോ പ്രശ്നം. അമേരിക്ക ഒന്ന് പറയും, ഇറാൻ ഒന്ന് പറയും എന്നുള്ള രീതിയിൽ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് കുറേ അധികം നാളുകളായാലും. ഇപ്പം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ പോലും ഒരു സംഘർഷത്തിനൊരു അയവുമില്ല. ഇപ്പോൾ ഹോർമുസിൽ തന്നെ അമേരിക്കൻ പടക്കപ്പൽ ആക്രമിച്ചെന്ന് ഇറാൻ പറയുന്നു, US പറയുന്നു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുമ്പോഴേക്കും ഇത് കൂടുതൽ വഷളാവുക എന്നുള്ളതല്ലാതെ ഇത് കുറയാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ കുവൈറ്റിന് നേരെ നടന്നിട്ടുള്ള ആക്രമണം അത് ഇറാനെ സംബന്ധിച്ച് അവർക്ക് അവരെ ഒന്ന് വെട്ടിലാക്കിയ കാര്യം തന്നെയാണ്. കാരണം GCC രാജ്യങ്ങൾ ഒന്നാകെ കഴിഞ്ഞ ദിവസം ഇറാന് നേരെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ബഹ്റൈനും കുവൈറ്റും വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെ അതിനെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. കുവൈറ്റ് വിമാനത്താവളത്തിൽ പരിക്കേറ്റവരുടെയും കൊല്ലപ്പെട്ടവരുടെയും എണ്ണം കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഏതാണ്ട് 60ഓളം പേർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരം. ഇതിൽ 12 ഇന്ത്യക്കാരുണ്ടെന്നും വിവരമുണ്ട്. മലയാളികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഇന്ത്യക്കാരനാണ് കൊല്ലപ്പെട്ടത്, മധ്യപ്രദേശ് സ്വദേശിയാണ്. ഇപ്പോൾ കൂടുതൽ പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. അവരുടെയൊക്കെ ആരോഗ്യനിലയെ സംബന്ധിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ബഹ്റൈനിലും ആക്രമണം നടന്നെങ്കിലും അവിടെ ആർക്കും പരിക്കേറ്റിട്ടില്ല, മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ, അതും ആ വിമാനത്താവളം പ്രവർത്തിക്കുന്ന സമയത്ത് നടന്നിട്ടുള്ള ഈ ആക്രമണം, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നടന്ന ഈ ആക്രമണം അത് GCC രാജ്യങ്ങളെ മൊത്തത്തിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് കൈ കഴുകി ഒഴിയാനുള്ള ഒരു ശ്രമമാണ് ഇറാൻ നിലവിൽ നടത്തുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇറാന്റെ ഔദ്യോഗിക സൈന്യ വിഭാഗമായിട്ടുള്ള IRGC ആണെങ്കിലും അതുപോലെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയാണെങ്കിലും ഈ ആക്രമണത്തെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ IRGC അവകാശപ്പെടുന്നത് അമേരിക്കയുടെ തന്നെ മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന്റെ തകരാർ കൊണ്ടാണ് ഈ ആക്രമണം സംഭവിച്ചത്, അല്ലാതെ ഇറാൻ കുവൈറ്റിന് നേരെ ഒരാക്രമണവും നടത്തിയിട്ടില്ല എന്നാണ് IRGC പറയുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നത് ഗൾഫ് നാടുകൾക്ക് നേരെ ഇറാൻ ഒരിക്കലും ആക്രമണം നടത്തിയിട്ടില്ല, അമേരിക്കൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക മാത്രമാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ഇനി മുന്നോട്ട് തുടരുകയും ചെയ്യും എന്നും അബ്ബാസ് അരക്ചി പറയുന്നുണ്ട്. അപ്പോൾ ഈ ആക്രമണത്തിൽ നിന്ന് പതിയെ ഒന്ന് ഊരിപ്പോകാനുള്ള ശ്രമവും ഇറാൻ ഇതിനിടയിൽ നടത്തുന്നുണ്ട്. അതിനിടെയാണ് ഹരി പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോഴും സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ എല്ലാവിധ സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഒരു അമേരിക്കൻ പടക്കപ്പൽ ആക്രമിച്ചു എന്നുള്ള അവകാശവാദവുമായി IRGC നിലവിൽ രംഗത്ത് വന്നിട്ടുണ്ട്. തങ്ങളുടെ ഒരു എണ്ണക്കപ്പലിന് നേരെ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് ഈ ആക്രമണം. ഇതിലൂടെ മേഖലയിലുള്ള അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കുകയും തങ്ങളുടെ ലക്ഷ്യമാണ് എന്നും IRGC പറഞ്ഞു വയ്ക്കുന്നു. ഈ ഒമാൻ ഉൾക്കടലിലൂടെ ഇറാന്റെ തീരത്തേക്ക് അടുക്കാൻ ശ്രമിച്ച ഒരു പടക്കപ്പലിന് നേരെയായിരുന്നു ആക്രമണമെന്നും ഇറാൻ നിലവിൽ പറയുന്നുണ്ട്. എന്നാൽ US-ന്റെ സെൻട്രൽ കമാൻഡ് പറയുന്നത് ഇത്തരം ഒരു ആക്രമണം നടന്നിട്ടില്ല, ഇത് വ്യാജ വാർത്തയാണെന്ന് ഈ US സെൻട്രൽ കമാൻഡും തിരിച്ചടിക്കുന്നുണ്ട്. ഇതിനിടെ കുറച്ചെങ്കിലും ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത നമുക്ക് ലഭിക്കുന്നത്, ഇപ്പോൾ ലെബനനും അതുപോലെ ഇസ്രായേലും തമ്മിൽ നടന്ന US-ൽ വെച്ച് നടന്ന ചർച്ചയിൽ പുരോഗതിയുണ്ട്. ഇരുവരും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിലെത്തിയിട്ടുണ്ട്. ഇതിനിടെ ഈ ഹിസ്ബുള്ള സേനയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെ മേഖലയിൽ നിന്ന് അവരുടെ പ്രവർത്തനങ്ങളും കൂടി തടയാനായാൽ പൂർണ്ണമായിട്ടും ഇത് വിജയിച്ചെന്ന് പറയാനാകും. നിലവിൽ ഇസ്രായേലും മറുത്തൊരു എതിർപ്പ് പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നിമിഷം വരെ. ശരി, അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങൾ നൽകിയത്.
കേരളത്തിലേക്ക് വരുമ്പോൾ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഇന്ന് കേരളത്തിലേക്ക് എത്തും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ട് ഉണ്ടാകും. പാർവതി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പാർവതി, ഗുഡ് മോർണിംഗ്. ശക്തമായ മഴയാണ്, കാലവർഷം ഇന്നെത്തുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇത് എത്ര ദിവസം വരെ മഴ തുടരാനാണ് സാധ്യത? ഹരി, തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഇന്ന് കേരളത്തിലെത്തും. എല്ലാ ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഈ ജില്ലകളിൽ തീവ്രമഴ പെയ്യും. തൃശൂർ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് തീവ്രമഴ മുന്നറിയിപ്പുള്ളത്. ഒപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മീൻപിടുത്തത്തിന് കേരള തീരത്ത് വിലക്ക് തുടരുകയാണ്. ഒപ്പം തന്നെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. തെക്കൻ കേരള തീരത്തോട് ചേർന്ന് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ചക്രവാത ചുഴി നിലനിന്നിരുന്നു. ഇത് ഇപ്പോൾ കർണാടക തീരത്തേക്ക് മാറിയിട്ടുണ്ട്. ഇതും കാലവർഷത്തിന് അനുകൂലമാകുന്ന ഘടകമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരും. നാളെ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും തീവ്രമഴ മുന്നറിയിപ്പുണ്ട്. അതിനൊപ്പം തന്നെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. ഏതായാലും ഈ മാസം 7 വരെ ശക്തമായ മഴ തന്നെ സംസ്ഥാനത്ത് തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലെയും ലക്ഷദ്വീപിലെയും ചില സ്ഥലങ്ങളിൽ കൂടി ഇന്ന് കാലവർഷം എത്തിയേക്കുമെന്നാണ് മുന്നറിയിപ്പ് ഉള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലും ചില സമയങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലും കാറ്റ് വീശിയേക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഒപ്പം തന്നെ ശക്തമായ മഴ തുടരുന്ന ഇടങ്ങളിൽ, മലയോര മേഖല അടക്കമുള്ള പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ആളുകൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും നിർദ്ദേശമുണ്ട്. നമുക്ക് തിരുവനന്തപുരം ജില്ലയിലടക്കം പുലർച്ചെ മുതൽ ശക്തമായ മഴ പെയ്തിരുന്നു. ഏതായാലും ഇന്ന് 8 ജില്ലകളിൽ തീവ്രമഴ മുന്നറിയിപ്പുണ്ട്. ഹരി, ഇന്ന് 8 ജില്ലകളിലാണ് തീവ്രമഴ മുന്നറിയിപ്പുള്ളത്. പാർവതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ദേശീയപാതയിൽ മഴയിൽ വെള്ളക്കെട്ടിൽ നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞു. അപകടത്തിൽ പരിക്ക് പറ്റിയ പട്ടാമ്പി പള്ളിപ്പുറം സ്വദേശികളായ സൈറ ബാനു, ഇസ്ബുല്ല, യൂസഫ്, മുബാറക് എന്നിവരെ പുനാനിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുനാനി കുറ്റിപ്പുറം ആറുവരിപ്പാതയിൽ ഈശ്വരമംഗലം ഭാഗത്താണ് നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞ അപകടമുണ്ടായത്. എറണാകുളം ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോവുകയായിരുന്ന ഇവരുടെ കാറ് റോഡിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ പതിച്ച് തെന്നിമറിയുകയായിരുന്നു. ഇടുക്കി മലങ്കര അണക്കെട്ടിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണലും അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഡാമിലെ ഷട്ടറുകൾ തുറന്നുവിട്ടപ്പോൾ അണക്കെട്ടിലെ ചെളിയും മണലും അപകടകരമായ രീതിയിലെത്തി. സംഭരണശേഷിയുടെ 50% ചെളിയും മണലും നിറഞ്ഞ അവസ്ഥയാണ്. കനത്ത മഴ പെയ്യുന്നതിന് മുമ്പ് അണക്കെട്ടിലെ ചെളി മാറ്റിയില്ലെങ്കിൽ പ്രളയമടക്കമുള്ള വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ഇപ്പോൾ നിൽക്കുന്നത് മലങ്കര ജലാശയത്തിൻ്റെ കാഞ്ഞാർ ഭാഗത്താണ് നിൽക്കുന്നത്. കാണുന്ന കമ്പും തടികളും മണലും ചെളികളുമാണ് കിടക്കുന്നത്. ഈ ജലാശയത്തിൻ്റെ 50% ചെളികളാൽ മൂടപ്പെട്ടു. അതായത് 2010 പ്രളയകാലം തൊട്ട് മലയോര മേഖലയിലെ ഉരുളുപൊട്ടലും വന്നതിൻ്റെ മൂലം ചെളികൾ ഒഴുകി വന്ന് അടിഞ്ഞിരിക്കുന്നത് കാഞ്ഞാർ ഭാഗത്താണ്. കാഞ്ഞാർ തൊട്ട് മലങ്കര ജലാശയം വരെ ഇതുണ്ട്. വയനക്കാവ് ഭാഗം, അറക്കുളം ഭാഗം, ഏറ്റവും കൂടുതലുള്ളത് വയനക്കാവ് ഭാഗവും ഈ നിൽക്കുന്ന സ്ഥലവുമാണ്. ഇവിടെ നിന്നൊക്കെ പണ്ട് മണൽ വാരി ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പഞ്ചായത്തിൻ്റെ ഒരു വരുമാന മാർഗവും കൂടെയായിരുന്നു. അത് നിന്നോടുകൂടിയാണ് ഇവിടെ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ തുടങ്ങിയത്. കൈത്തോടുകളെല്ലാം നിറഞ്ഞൊഴുകി കൃഷിഭൂമികൾ നശിച്ചുകൊണ്ടിരിക്കും. ഇത് കോരി മാറ്റണം എന്നുള്ളതാണ്. ഇത് കോരി മാറ്റണം. അത് ഇവിടെ ഡംപ് ചെയ്യാനും പറ്റില്ല. ഇത് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റി ഫില്ലിംഗ് ഏരിയയിലേക്ക് ഇത് മാറ്റിക്കൊണ്ട് പോകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം ഇന്ന് നിയമസഭയിൽ. ശൂന്യവേള കഴിഞ്ഞായിരിക്കും മുഖ്യമന്ത്രി വി ഡി സതീശൻ ധവളപത്രം സഭയിൽ വെക്കുക. രാവിലെ 8-ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ധവളപത്രത്തിന് അംഗീകാരം നൽകും.
വി അരുണുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, വളരെ നിർണായകമായ ദിവസമെന്നാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത്. സോ അതെന്തായിരിക്കും എന്നുള്ളതും എന്താണ് സർക്കാർ ഖജനാവിലുള്ളത് എന്നത് സംബന്ധിച്ചും എന്തൊക്കെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഹരി, പൂച്ചപെറ്റി കിടക്കുന്ന ഖജനാവെന്നാണ് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരിക്കെ വി ഡി സതീശൻ സംസ്ഥാന ഖജനാവിനെ വിശേഷിപ്പിച്ചത്. അത്രയധികം സാമ്പത്തിക ദുർബലാവസ്ഥയിലുള്ള ഖജനാവ്, അതിന് നികുതി ഇല്ലാത്തത് മാത്രമല്ല, കേന്ദ്ര സർക്കാർ നയങ്ങളോ അല്ലെങ്കിൽ സംസ്ഥാന നികുതി വരവ് നിലച്ചതോ മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ ധൂർത്തും അതിന് പ്രധാന കാരണമാണ്. നികുതി വരാനുള്ള വഴികൾ അടച്ചു, നികുതി ചോർച്ചയുണ്ടായി, കൃത്യമായി നികുതി പിരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ രീതിയിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തി കഴിഞ്ഞ സർക്കാർ. അതുകൊണ്ടാണ് സംസ്ഥാന ഖജനാവ് ചോർന്നതെന്നാണ് UDFന്റെ വാദം. അതുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നയുടൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഒരു ധവളപത്രം പുറത്തിറക്കുമെന്ന് വി ഡി സതീശൻ സർക്കാർ പ്രഖ്യാപിച്ചത്. അവരുടെ തെരഞ്ഞെടുപ്പ് കാലത്തും അവർ അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്തിന്റെ ഖജനാവിന്റെ യഥാർത്ഥ അവസ്ഥ വ്യക്തമാക്കുന്ന ധവളപത്രം പുറത്തിറക്കുമെന്ന്. എന്നാൽ ആ ധവളപത്രം പുറത്തിറക്കി ഉമ്മാക്കി കാട്ടേണ്ട എന്ന മറുപടിയാണ് പിണറായി വിജയനും പ്രതിപക്ഷവും ഇതിന് നൽകിയത്. ഇന്നലെ കെ രാജന്റെ ഒരു പ്രസംഗം നിയമസഭയിൽ വളരെ ശ്രദ്ധേയമായിരുന്നു. ഒരു കാരണം പൂച്ച പെറ്റി കിടക്കുന്ന ഖജനാവെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ പൂച്ച 5500 കോടി രൂപ പെറ്റ പൂച്ചയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളെ പരിഹസിച്ചിരുന്നു കെ രാജൻ. CPI നേതാവ് കൂടിയായ മുൻ റവന്യൂ മന്ത്രി കെ രാജൻ. എന്താണ് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥ? 5500 കോടി നീക്കിയിരിപ്പുമായാണോ KN ബാലഗോപാൽ സംസ്ഥാന ഖജനാവ് വി ഡി സതീശനെ ഏൽപ്പിച്ച് പോയത്? അല്ലയോ അല്ലെങ്കിൽ ഈ അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഭരണപക്ഷം പറയുന്നത് പോലെ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവാണോ? എന്താണ് സംസ്ഥാനത്തെ യഥാർത്ഥ ധനസ്ഥിതി എന്ന് ഇന്ന് അറിയാം. KM ചന്ദ്രശേഖരൻ, മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖരൻ അധ്യക്ഷനായ സമിതിയെയാണ് സർക്കാർ ധവളപത്രം തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയത്. ആ റിപ്പോർട്ട് ദിവസങ്ങൾക്ക് മുമ്പ് വി ഡി സതീശന് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 8 മണിക്ക് ചേർന്ന മന്ത്രിസഭായോഗം ആ ധവളപത്രം വിശദമായി പരിശോധിക്കും. അത് മന്ത്രിസഭായോഗം അംഗീകാരം നൽകും. അവിടെ നിന്ന് നേരെ ഇന്ന് 0 അവറിന് ശേഷം, ശൂന്യവേളയ്ക്ക് ശേഷം നിയമസഭയിലും ടേബിൾ ചെയ്യും ധവളപത്രം. സംസ്ഥാനത്തിലെ യഥാർത്ഥ ധനസ്ഥിതി വ്യക്തമാകുന്ന ധവളപത്രം. പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവാണോ KN ബാലഗോപാൽ കൈമാറിയത്? അല്ലെങ്കിൽ അവർ അവകാശപ്പെടും പോലെ 5500 കോടി നീക്കിയിരിപ്പുള്ള ഖജനാവാണോ? ഏതൊക്കെ തരത്തിലാണ് സംസ്ഥാന നികുതി ചോർച്ചയുണ്ടായത്? ഏതൊക്കെ തരത്തിലാണ് സംസ്ഥാനത്ത് സാമ്പത്തിക ക്രമക്കേട് പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നത് എന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുന്ന ഒരു പേപ്പറായി മാറും, ഒരു രേഖയായി ധവളപത്രം മാറും. ഏറ്റവും നിർണായകമാണ് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളിൽ ഇടതുമുന്നണിയെ വലിയ പ്രതിരോധത്തിലാക്കിയ ഖജനാവ് കാലി, വലിയ അഴിമതി, വലിയ ധൂർത്ത് എന്ന പ്രതിപക്ഷാരോപണം. അതിനെ മറികടക്കണമെങ്കിൽ ഇടതുമുന്നണിക്ക് ഈ ഇന്നത്തെ ധവളപത്രത്തിൽ സംസ്ഥാന ഖജനാവ് കാലിയായിരുന്നില്ല എന്ന് സ്ഥാപിക്കാൻ കഴിയണം. അങ്ങനെ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ഇടതുമുന്നണിക്ക് നേട്ടമാവും. അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്? കിഫ്ബി അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ക്രമക്കേടുണ്ടായെന്ന് വിമർശനങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ തുടരന്വേഷണം അടക്കം ഇതിന് ബാക്കിയായി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. രാവിലെ 8 മണിക്ക് നിർണായക മന്ത്രിസഭായോഗം ചേരും. മന്ത്രിസഭായോഗം അംഗീകരിച്ച ശേഷം ആ ധവളപത്രം ഇന്ന് സഭയിൽ ടേബിൾ ചെയ്യും, നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. അതോടുകൂടി അതൊരു പൊതുരേഖയായി മാറും. പ്രതിപക്ഷവും മുഖ്യമന്ത്രിയുമൊക്കെ ധവളപത്രത്തിൽ തങ്ങളുടെ നിലപാട് സഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ വിശദീകരിക്കും. അരുൺ, ഒരു ചോദ്യം കൂടെ. നികുതി ചോർച്ച, സാമ്പത്തിക പ്രശ്നങ്ങൾ, കിഫ്ബിയിലെ ചോർച്ച, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചർച്ചകളൊക്കെ നടക്കും, സ്വാഭാവികമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലുള്ള 2 പോയിന്റുകളുണ്ടല്ലോ. അതായത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ UDF പറഞ്ഞത്, അല്ലെങ്കിൽ UDF പറഞ്ഞത് തന്നെയാണല്ലോ, പൂച്ച പറ്റി കിടക്കുകയാണ് ഖജനാവിൽ എന്നുള്ളതായിരുന്നു UDF പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസം മന്ത്രി ഇപ്പോൾ കെ രാജൻ പറഞ്ഞതായിക്കോട്ടെ, മുൻമന്ത്രി കെ രാജൻ പറഞ്ഞതായിക്കോട്ടെ, 5500 കോടി രൂപയോളം ഖജനാവിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിലവിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുന്നത്തെ സർക്കാരിൻ്റെ ഖജനാവിൽ പൂച്ച പറ്റിയിട്ടിരിക്കുകയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇത് തിരിച്ചടിയാവാനുള്ള സാധ്യതയും ഉണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ട്. കാരണം ഇപ്പോൾ സഭയ്ക്കുള്ളിലും പുറത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള പോര് ഇപ്പോൾ ധവളപത്രം പുറത്തിറക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. തീർച്ചയായിട്ടും ധവളപത്രം ഒരു വിസ്മയമെന്നാണ് കഴിഞ്ഞ ദിവസം എല്ലാ കാര്യങ്ങളിലും വിസ്മയം കൂട്ടിച്ചേർത്ത് പറയുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്. ധവളപത്രവും വിസ്മയമായിരിക്കും. കഴിഞ്ഞ ദിവസം സഭയിൽ വിലക്കയറ്റത്തിന് ചർച്ച നടക്കുമ്പോൾ വലിയ വാഗ്വാദം, ഭരണപ്രതിപക്ഷ വാഗ്വാദം ഉണ്ടായിരുന്നു. എന്താണ് സംസ്ഥാനം സംഭവിക്കുന്നത്? നികുതി ചോർച്ച എങ്ങനെ ഉണ്ടാകുന്നു? പെട്രോളിയത്തിന്റെ അധിക നികുതി, അധിക സെസ്സിലൂടെ 2% സെസ് ഏർപ്പെടുത്തിയുള്ള വരുമാനം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കാലാകാലങ്ങൾ വർദ്ധിക്കുമ്പോൾ ലഭിക്കുന്ന വരുമാനം, ഇതെല്ലാം ലഭിച്ചിട്ടും എന്തുകൊണ്ട് സംസ്ഥാന ഖജനാവ്, സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി മോശമെന്നും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ
ധനമന്ത്രി കെ എൻ ബാലഗോപാലും പറയേണ്ടി വന്നു. സംസ്ഥാനം ഞെരുങ്ങിയാണ് പോകുന്നതെന്ന് പറയേണ്ടി വന്നു. അതിലൊക്കെ ഒരു വിസ്മയം ഒളിഞ്ഞിരിപ്പുണ്ട്. ആ വിസ്മയം പുറത്തു വരും ഈ ധവളപത്രത്തോടെ കൂടി എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ അവർക്കത് സ്ഥാപിക്കുക, അവരുടെ അന്നത്തെ വാദങ്ങൾ, പ്രതിപക്ഷത്തായിരിക്കും ഉന്നയിച്ച വാദങ്ങൾ, ഇതിനുശേഷം ധവളപത്രം തയ്യാറാക്കാൻ തുടങ്ങിയ ശേഷം പറഞ്ഞ വാദങ്ങളുണ്ട്. അതായത് എന്തുകൊണ്ട് ഇങ്ങനെ സംസ്ഥാനം വലിയ നികുതി ചോർച്ച ഉണ്ടാകുന്നു, എന്തുകൊണ്ട് സംസ്ഥാനത്തിന് വലിയ കടബാധ ഉണ്ടാകുന്നു, എന്തുകൊണ്ട് സംസ്ഥാന ഖജനാവ് കാലിയാകുന്നു എന്നതിനൊക്കെ കൃത്യമായ തെളിവുകൾ അടക്കമാകും ഒരുപക്ഷെ ധവളപത്രത്തിൽ വരിക. അതിന്റെ ഒരു ആത്മവിശ്വാസം ഇപ്പോൾ UDF ക്യാമ്പിലുണ്ട്. എന്നാൽ ഇടത് ക്യാമ്പും വലിയ ആത്മവിശ്വാസം തന്നെയാണ്. കാരണം അവർ പറയുന്നത് 5500 കോടി നീക്കിയിരിപ്പുണ്ടെന്ന് വിവരാവകാശ രേഖകൾ തന്നെയുണ്ട്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ആ കാര്യം സാധൂകരിക്കാൻ പോകുന്നത്? ആര് പറഞ്ഞതാണ് ശരിയെന്ന് ഇന്ന് വളരെ വ്യക്തമായി അറിയാൻ കഴിയും. ആര് പറഞ്ഞതാണ് ശരി? ധവളപത്രം വിസ്മയമാകുമോ ഉമ്മാക്കിയാകുമോ എന്നുള്ളത് കാത്തിരിക്കുകയാണ് സംസ്ഥാനം. വി അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി ഇടതുമുന്നണിയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ CPIയുടെ നിർണായക സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് CPM-ഉം CPI-യും വ്യക്തമാക്കി കഴിഞ്ഞു. മുന്നണിയിൽ ധാരണയാകും മുമ്പ് ഉപനേതൃ പദവി പരസ്യമായി ആവശ്യപ്പെട്ട ബിനോയ് വിശ്വത്തിന്റെ നടപടിയിലും CPI-യിൽ അമർഷമുണ്ട്. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി എഴുന്ന പ്രതിഷേധം അറിയിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. മുന്നണി ഐക്യം കൂടി കണക്കിലെടുക്കണമെന്ന ആവശ്യവും CPI-യിലുണ്ട്. അരുൺ തന്നെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, നാളുകളായി തുടരുന്ന ഈ തർക്കമാണ് CPI CPM-മായി ബന്ധപ്പെട്ടുള്ള ഈ തർക്കം. CPI അയവ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ടോ? നാണംകെട്ട തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ വല്ലാത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ ഇടതുമുന്നണി. അത് ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷി യോഗം പോലും ചേരാൻ ഇതുവരെ കഴിയാത്ത തരത്തിലുള്ള കടുത്ത പ്രതിസന്ധി. ആ പ്രതിസന്ധിക്ക് കാരണം പ്രതിപക്ഷ നേതൃ പദവി എന്നത് തന്നെയാണ്. പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവരണം, അത് CPM കൈവശം വയ്ക്കുമോ CPI എടുക്കുമോ എന്ന തർക്കമാണിപ്പോൾ മുന്നണിയിലുള്ളത്. പതിവിൽ വിപരീതമായി വളരെ നേരത്തെ CPI പദവി ആവശ്യപ്പെട്ടു. തങ്ങൾക്ക് ഇത്തവണ പ്രതിപക്ഷ ഉപനേതൃ പദവി വേണം. അത് മുന്നണി കൺവീനർ കത്ത് നൽകിയതിന് പുറമെ പരസ്യമായി മാധ്യമങ്ങളിലൂടെ അവകാശവാദം പലതവണ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചു. അവിടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. അത് മുന്നണി മര്യാദയ്ക്ക് ചേർന്നതല്ല എന്ന നിലപാട് CPM സ്വീകരിച്ചു. 2011 ആദ്യമായി ഇടതുപക്ഷം ഈ പ്രതിപക്ഷ ഉപനേതൃ പദവി ഏറ്റെടുക്കുന്നത്. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ, VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവാകുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവായി. അത് തുടർന്ന് ഇങ്ങോട്ട് എപ്പോഴും ആ ഒരു പദവി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതിനുശേഷം പ്രതിപക്ഷത്തേക്ക് വരുന്ന ആദ്യമാണ് ഇടതുമുന്നണി. അതുകൊണ്ട് CPM തന്നെ കൈവശം വയ്ക്കുമെന്ന് അർദ്ധശങ്കയ്ക്കിടയില്ലാതെ CPM നേതൃത്വം വ്യക്തമാക്കി. CPI-യും നിലപാടിൽ പിന്നോട്ടില്ല. ഇന്നലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPM ആസ്ഥാനത്തെത്തി ചർച്ച നടത്തി ഞങ്ങളുടെ നിലപാട് ആവർത്തിച്ചു. CPM അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു. അതോടുകൂടിയാണ് പ്രതിസന്ധി രൂക്ഷമാകുന്നത്. ഇന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. എന്ത് ചെയ്യും ഈ വിഷയത്തിൽ? CPM വിട്ടുകൊടുത്തില്ലെങ്കിൽ രാഷ്ട്രീയ നാണക്കേടായി CPIക്ക് മാറും. കാരണം പരസ്യമായ സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടതാണ്. പ്രത്യേക ബ്ലോക്കായി നിയമസഭയിൽ ഇരുന്നുകൊണ്ട് പ്രതിഷേധിക്കണമെന്ന് പറയുന്നവർ CPI-യിലുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ ദുർബലമായ ഇടതുമുന്നണിയെ ഒന്നുകൂടി ദുർബലമാക്കാൻ മാത്രമേ അത് ഉപകരിക്കൂ. അതുകൊണ്ട് ആ നീക്കം മുന്നോട്ട് പോകേണ്ട എന്ന അഭിപ്രായമുള്ളവരുണ്ട്. ഏതായാലും വളരെ നിർണായകമായ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കും. ഏത് തരത്തിലാണ് ഈ പ്രതിപക്ഷ ഉപനേതൃത്വ പദവി വിട്ടു നൽകാത്ത CPM-ന്റെ നിലപാടുള്ള പ്രതിഷേധം CPI രേഖപ്പെടുത്തുക എന്ന് ഇന്നറിയാം. വളരെ നിർണായകമാണ്. കുറച്ചധികം നാളുകളായി ഈ തർക്കങ്ങൾ തുടങ്ങുന്നു. നാണംകെട്ട തോൽവിയാണ്. അത് കൂടുതൽ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലേക്കാണ് ഇടതുമുന്നണിക്ക് ഈ തർക്കങ്ങൾ മാറുന്നതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിവരണമാണ് വിശദാംശങ്ങൾ നൽകിയത്. ലഹരി മാഫിയക്കെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി പോലീസിന്റെ പരിശോധന തുടരുന്നു. 104 കേസുകളാണ് ഇന്നലെ മാത്രം രജിസ്റ്റർ ചെയ്തത്. 137 പേരെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നായി പോലീസ് പിടികൂടി. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിലും ബീച്ചുകളിലും പരിശോധന വ്യാപകമായിരിക്കുകയാണ്. ലഹരി എത്തിച്ചു നൽകുന്ന സംസ്ഥാനത്തിന് പുറത്തുള്ള കേന്ദ്രങ്ങളിലേക്ക് കൂടി നിരീക്ഷണം വ്യാപിപ്പിക്കാനാണ് സംസ്ഥാന പോലീസ് മേധാവി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ 1 കോടിയോളം തട്ടിയതായി പരാതി. കണ്ണൂർ മൂറാഴ സ്വദേശികളുടെ പരാതിയിൽ 3 പേർക്കെതിരെ കേസെടുത്തു. എറണാകുളം സ്വദേശികളായ ദിൽന അഞ്ജു, അഭിഷേക്, ജോഷി ജോർജ് എന്നിവർക്കെതിരെ ആണ് കേസ്. കണ്ണൂർ റൂറൽ സൈബർ പോലീസാണ് കേസെടുത്തത്. ഡിസംബർ 20 മുതൽ മെയ് 30 വരെ പല തവണകളായി 97 ലക്ഷം രൂപയാണ് തട്ടിച്ചത്. കൊണ്ടോട്ടി MLA അഷ്റഫ് അലിയുടെ റീൽ ചിത്രീകരണത്തിൽ വിവാദം. RTO ഓഫീസിൽ RTOയുടെ കസേരയിലിരുന്ന് സിനിമാ ഡയലോഗുമായി റീൽ ചിത്രീകരിച്ചതിൽ ചട്ടലംഘനമുണ്ടെന്നാണ് ആരോപണം. സമൂഹമാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്.
അനുമോദുണ്ട് വിശദാംശങ്ങളുമായി. അനുമോദ്, ഈ റീല് വളരെയധികം വൈറലായിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ ശക്തമായ വിമർശനവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ആ വിവാദങ്ങൾ കൂടുതൽ കത്തുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? ജൂൺ 1-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. അദ്ദേഹം പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത ശേഷം കൊണ്ടോട്ടി RTO ഓഫീസിലെത്തുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചിത്രീകരിച്ച ഈ റീൽസ് ആണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. RTOയുടെ കസേരയിൽ അദ്ദേഹം ഇരുന്നതും അതിന് മുമ്പ് സല്യൂട്ട് സ്വീകരിച്ചതും അതിനേക്കാളൊക്കെ അപ്പുറം ഈ ഒരു തമിഴ് ദളപതിയുടെ ഒരു മ്യൂസിക് കൂടി, സംഗീതം കൂടി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൊടുത്തതും ഒക്കെയാണ് ഇതിനെ വലിയൊരു വിവാദത്തിലേക്ക് വഴി തുറന്നിരിക്കുന്നത്. അതായത് ഒരു MLA ഇത്തരത്തിലാണോ പെരുമാറേണ്ടതെന്ന ചോദ്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും ഉന്നയിക്കുന്നത്. ഇടതുപക്ഷ പ്രൊഫൈലുകളാണ് കൂടുതലായിട്ടും ആ ചോദ്യം ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അഷ്റഫ് അലിയോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത ശേഷം അവരുടെ RTOയുടെ ക്ഷണപ്രകാരമാണ് അങ്ങോട്ട് പോയത്. അന്ന് അവിടെ ട്രാൻസ്പോർട്ട് ദിനവുമായി ബന്ധപ്പെട്ട ചില പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം അതിൽ കൂടി പങ്കെടുക്കാനായിട്ട് അങ്ങോട്ട് പോയത് അവരുടെ നിർബന്ധപ്രകാരമാണ്. അതായത് RTOയുടെ നിർബന്ധപ്രകാരമാണ് താൻ അവിടെ ഇരുന്നതെന്നും താൻ അവിടെ മറ്റൊരു കസേരയിലിരിക്കാൻ തയ്യാറായിരുന്നെങ്കിലും RTO ഒരുപാട് തവണ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ആ കസേരയിൽ ഇരുന്നതെന്നും മറ്റ് ഉയരുന്ന വിമർശനങ്ങൾ അത് സാധാരണ ഇടതുപക്ഷം പതിവ് രീതിയിൽ ഉന്നയിക്കുന്നതാണെന്നും താൻ അവിടെ ചെന്നത് ജനങ്ങളുടെ പ്രശ്നം അവിടെ അധികാരികളുമായി പങ്കുവയ്ക്കാനാണെന്നും താൻ പങ്കുവച്ച കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് മറ്റ് വിമർശനങ്ങൾ കാര്യമാക്കുന്നില്ല എന്നുമാണ് അഷ്റഫ് അലിയുടെ ഭാഗത്തുള്ള ഒരു വിശദീകരണം ഇതിൽ വന്നിരിക്കുന്നത്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് ഇടതുപക്ഷം ഉയർത്തുന്ന ചട്ടങ്ങൾ ഇങ്ങനെയാണോ ഒരു MLA ചെയ്യേണ്ടത്? ഈ RTOയുടെ കസേരയിൽ കയറിയിരിക്കാൻ എന്തെങ്കിലും അധികാരമുണ്ടോ? അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. ചട്ടപ്രകാരമുള്ള നടപടികൾ അവിടെ ഒരു വഴിക്ക് വിവാദങ്ങൾ നിൽക്കുമ്പോഴും ഇത് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്ന ഒരു വിവാദം, ഒരു ജനപ്രതിനിധി, ആദ്യമായിട്ട് നിയമസഭയിലെത്തുന്ന ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ പെരുമാറുന്നത് എത്രമാത്രം സ്വീകരിക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ ഈ ഒരു മാതൃക തുടരേണ്ടതാണോ എന്ന ചോദ്യം വലിയ തോതിൽ തന്നെ ഉയരുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വിമർശനമല്ലാതെ മറ്റൊരു തരത്തിലേക്കുള്ള വിമർശനങ്ങളിലേക്ക് ഇടതുപക്ഷം ഇതുവരെ കടന്നിട്ടില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാനാകുന്നുണ്ട്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഒരുപാട് പേരൊന്നും ഉയർത്തുന്നില്ല. 1 മില്യണിലേറെ പേർ ആ വീഡിയോ ഇതിനകം കണ്ടു എന്നാണ് അഷ്റഫ് അലി പറയുന്നത്. അതിൽ വളരെ കുറച്ച് പേർ മാത്രമാണ് വിമർശനം ഉന്നയിക്കുന്നത്. താൻ ചെന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ കാര്യം അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ്. താൻ അവിടെ ഇരുന്നത് അവിടുത്തെ അധികാരികൾ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണെന്നും മറ്റ് വിവാദങ്ങൾ കാര്യമാക്കുന്നില്ല എന്നുമാണ് അഷ്റഫ് അലി ഇക്കാര്യത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും വളരെയധികം വൈറലായ ഒരു വീഡിയോ ആണ്. അതിനാണിപ്പോൾ CPM ഹാൻഡിലിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയരുന്നത്. നമ്മളൊരു ഇടവേളയ്ക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ആശുപത്രിയിലേക്ക് മാറ്റി 5ാം നിലയിൽ ആയതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. സർക്കാർ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടതോടെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം വീണ്ടും സജീവമാകുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ രാഷ്ട്രീയ വിവാദമായി മാറിയ കേസിലെ അന്വേഷണം അവസാനിപ്പിക്കാൻ LDF സർക്കാരിന്റെ കാലത്ത് റിപ്പോർട്ട് നൽകിയിരുന്നു. സാമുദായിക ധ്രുവീകരണം ലക്ഷ്യമിട്ട് CPM ബോധപൂർവം സ്ക്രീൻഷോട്ട് നിർമ്മിച്ച് പ്രചരിപ്പിച്ചു എന്നായിരുന്നു UDFന്റെ ആരോപണം. അനീഷ് കുമാറിന്റെ വിശദാംശങ്ങളുമായി. അനീഷ്, കാഫിർ സ്ക്രീൻഷോട്ട് വീണ്ടും വരികയാണ്. എന്താണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുന്നത്? ഹരി, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് KK ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും 2 ഗ്ലാമർ താരങ്ങൾ തമ്മിലുള്ള പോരാട്ടം നടന്ന വടകര മണ്ഡലത്തിലാണ് ഇത്തരത്തിലൊരു കാഫിർ സ്ക്രീൻഷോട്ട് തെരഞ്ഞെടുപ്പ് തലേന്ന് പ്രചരിക്കപ്പെട്ടത്. ഇത് UDF ക്യാമ്പ് ബോധപൂർവം LDFന് വോട്ട് ചെയ്തത്, അല്ലെങ്കിൽ KK ശൈലജ ടീച്ചറിന് വോട്ട് ചെയ്തതെന്ന് ആവശ്യപ്പെട്ടാണ് ഇത്തരം സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം വെച്ചുള്ള ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എന്നായിരുന്നു LDF ആരോപിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു MSF നേതാവിനെ അടക്കം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അന്നു മുതൽ തന്നെ ഈ കൃത്യത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണ്. അവർ തന്നെയാണ് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് എന്നായിരുന്നു UDF വാദിച്ചത്.
ഇത്തരത്തിൽ ഈ CPM നേതാക്കളെയൊക്കെ അടക്കം അല്ലെങ്കിൽ CPMന്റെ താഴെത്തട്ടിലെ സൈബർ പോരാളികളെയൊക്കെ അടക്കം പ്രതികളാക്കി കേസെടുക്കണമെന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ആ കേസിൽ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോയില്ല എന്ന് അന്ന് മുതൽ തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ആരോപിച്ചിരുന്നു. അതായത് ഈ സ്ക്രീൻഷോട്ട് എവിടെ നിന്നും നിർമ്മിച്ചു എവിടേക്ക് പോയത് എന്ന് സംബന്ധിച്ച കൃത്യമായ ഒരു വിവരം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ മെറ്റയിൽ നിന്നടക്കം കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്നായിരുന്നു പോലീസ് പറഞ്ഞത്. ഇത് ചൂണ്ടിക്കാണിച്ച് പ്രതികളിലേക്ക് കൃത്യമായി എത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കാൻ കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. അന്ന് മുതൽ തന്നെ UDF ഇതിനെ എതിർക്കുന്നുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം UDF സർക്കാർ അധികാരത്തിലേറിയതോടുകൂടി കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ള ഈ സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഈ കാഫിർ സ്ക്രീൻഷോട്ട് കേസ് അന്വേഷിക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം. എന്തായാലും ഈ ആവശ്യത്തിനാണ് ഒരു അംഗീകാരം ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് റൂറൽ SP കേസിന്റെ മേൽനോട്ടം വഹിക്കും. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP T മനോഹരനാണ് ആ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. വടകര പോലീസ് സ്റ്റേഷനിലടക്കം 7 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഈ കേസ് അന്വേഷണത്തിന്റെ ടീമിൽ ഉണ്ട്. എന്തായാലും CPM ആണ് ഇത്തരമൊരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്ന വ്യാപകമായ ഒരു പ്രചാരണം UDF നേരത്തെ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് MSFന്റെ നേതാവ് മുഹമ്മദ് കാസിമിന്റെ പേരിൽ കേസെടുത്തെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ അദ്ദേഹമാണ് ഇത് ചെയ്തത് എന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇക്കാര്യം ഹൈക്കോടതിയിലടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. കേസ് പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഈ കാസിമിന്റെ മൊബൈൽ ഫോൺ ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ കൈവശമാണ്. ഒപ്പം വിദേശത്തേക്ക് പോകുന്നതിനടക്കം അദ്ദേഹത്തിന് തടസ്സമാകുന്ന ഒരു കാര്യവുമുണ്ട്. ഇടത് സൈബർ പോരാളികളായ പോരാളി ഷാജി, അമ്പാടിമുക്ക് സാഹുൽ പേജിന്റെ അഡ്മിൻ മനീഷ്, റെഡ് ഗൺ എൻകൗണ്ടർ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത റിബേഷ് എന്നിവർ ഈ സന്ദേശം പ്രചരിപ്പിച്ചു എന്ന് നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇവർക്കെതിരെ കേസെടുക്കുന്നതിനോ അല്ലെങ്കിൽ അനന്തര നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനോ പോലീസ് തയ്യാറാവുകയും ചെയ്തിരുന്നില്ല. എന്തായാലും പുതിയൊരു രാഷ്ട്രീയ വിവാദമായി കോഴിക്കോട് ജില്ലയിൽ ഇത് മാറുകയാണ്. ആലപ്പുഴയിൽ രക്ഷാപ്രവർത്തനത്തിനെതിൽ ഇതുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം എന്ന പേരിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്ത പോലെ തന്നെ ഇവിടെയും ഈ CPMന്റെ നേതാക്കളെ കൃത്യമായി ലക്ഷ്യം വെച്ച് തന്നെയാവും ഈ അന്വേഷണം മുന്നോട്ട് പോവുക. CPM നേതാക്കളെ ലക്ഷ്യം വെച്ചായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അങ്ങനെ വിവാദങ്ങളുണ്ടായിരുന്ന 2024 കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം വീണ്ടും എത്തുകയാണ്. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും ഭൂമി കയ്യേറ്റം. പട്ടയം വ്യാജമെന്ന് ഹൈക്കോടതി കണ്ടെത്തിയതിന് പിന്നാലെ സർക്കാർ ഏറ്റെടുത്ത ഭൂമിയാണ് വീണ്ടും കയ്യേറിയത്. ഇവിടെ അനധികൃത നിർമ്മാണവും തകൃതിയാണ്. ഭൂമി കയ്യേറ്റത്തിൽ CPM പ്രാദേശിക നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസും രംഗത്തെത്തി. ചിന്നക്കനാൽ വില്ലേജിലെ LA നമ്പർ 24/70 ഉൾപ്പെട്ടതും തണ്ടപ്പേർ നമ്പർ 1718-ൽപ്പെട്ടതുമായ റവന്യൂ ഭൂമിയാണ് ഇപ്പോൾ അനധികൃത കയ്യേറ്റക്കാരുടെ അധീനതയിലായത്. ഡോക്ടർ വർഗീസ് എന്ന വ്യക്തിയുടെ കൈവശമുണ്ടായിരുന്ന ഈ ഭൂമിയുടെ പട്ടയം വ്യാജമാണെന്ന് 2010 ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്ന് സർക്കാർ ഈ ഭൂമി പൂർണ്ണമായും ഏറ്റെടുക്കുകയും ചെയ്തതാണ്. വ്യാജമായി ചമച്ച പട്ടയവും തണ്ടപ്പേരും റദ്ദാക്കിക്കൊണ്ട് തഹസിൽദാർ ഉത്തരവും ഇറക്കിയിരുന്നു. എന്നാൽ ഈ വസ്തുതകളെല്ലാം മറച്ചുവെച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് ലഭിച്ചിട്ടുണ്ടെന്ന വ്യാജ പ്രചരണം നടത്തിയാണ് ഇപ്പോഴത്തെ കയ്യേറ്റം. പ്രദേശത്ത് അതിക്രമിച്ചു കയറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ CPM പ്രാദേശിക നേതാവിന്റെ ഗൂഢാലോചനയുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. റവന്യൂ ഉദ്യോഗസ്ഥർ അടിയന്തരമായി ഇടപെട്ട് ഭൂമി സംരക്ഷിക്കണമെന്നും കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വേൽമണി പറഞ്ഞു. ഈ സ്ഥലത്തിന്റെ തണ്ടപ്പേര് 1718 എന്ന തണ്ടപ്പേരിലുള്ള ഈ സ്ഥലം സർക്കാർ ഏറ്റെടുക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ഇവിടെയുള്ള ജനങ്ങളെ കണ്ണുവെട്ടിച്ചുകൊണ്ട് ഈ സ്ഥലം കയ്യേറി വിൽപ്പന ചെയ്യാനുള്ള CPMന്റെ ഒരു പ്രാദേശിക നേതാവ് നടത്തുന്ന കയ്യേറ്റം ബഹുമാനപ്പെട്ട സർക്കാരും ഇവിടെയുള്ള വില്ലേജ് ഓഫീസറും ഉടുമ്പൻചോല തഹസിൽദാർ, ബഹുമാനപ്പെട്ട സബ് കളക്ടർ ഇവരെല്ലാം മുൻകൈ എടുത്ത് ഈ സ്ഥലം സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഭൂമി കയ്യേറ്റത്തിനെതിരെ കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റി ശാന്തൻപാറ പോലീസ് ഇൻസ്പെക്ടർക്കും ദേവികുളം സബ് കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. ലയങ്ങളിൽ ദുരിത ജീവിതം നയിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് നൽകാതെ ഭൂമാഫിയയ്ക്ക് റവന്യൂ ഭൂമി തട്ടിയെടുക്കാൻ അധികാരികൾ കൂട്ടുനിന്നാൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. മലയിടം തുരുത്ത് ഒഴിപ്പിക്കലിൽ പോലീസ് വീണ്ടും ഹൈക്കോടതിയിൽ. പെരുമ്പാവൂർ മുൻസിഫ് കോടതി ഉത്തരവിനെതിരെയാണ് അപേക്ഷ. ഒഴിപ്പിക്കൽ ഈ മാസം 9 പൂർത്തിയാക്കണമെന്നാണ് മുൻസിഫ് കോടതിയുടെ ഉത്തരവ്. ഡാനി പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, വിവരങ്ങൾ. പാരിത്തുകാവ് മലയിടം തുരുത്തിലെ ഈ ഒഴിപ്പിക്കൽ നടപടികൾ അതിൻ്റെ ഒരു
വീണ്ടും ഹൈക്കോടതി അത് പരിഗണിക്കുന്നത് 9-ാം തീയതിയാണ്. 9-ാം തീയതി സർക്കാർ എന്തെല്ലാമാണ് നടപടികൾ അത് സ്വീകരിച്ചത്, ഇനി മുന്നോട്ട് പോകാൻ എങ്ങനെയാണ് അത് വിഷയം ശാശ്വതമായി പരിഹരിക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിച്ചതെന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കണം. ഇതിനായിട്ട് മന്ത്രിതല ചർച്ചകൾ നടക്കുകയും സർക്കാർ നിയോഗിച്ച പ്രകാരമാണ് ഇത്തരം ചർച്ചകൾ നടക്കുകയും ജില്ലാ ഭരണകൂടത്തിൻ്റെ അധ്യക്ഷതയിലാണ് ഈ ചർച്ചകളെല്ലാം തന്നെ സമിതിയുമായിട്ടെല്ലാം തന്നെ നടക്കുകയും ചെയ്തത്. അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ ഈ 9-ാം തീയതിക്ക് മുൻപായിട്ട് ഈ വിഷയം കേൾക്കണം, ഹൈക്കോടതി കേൾക്കണമെന്നൊരു അപേക്ഷയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ഈ വിഷയം 9-ാം തീയതി സർക്കാർ തല ചർച്ചകളുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ അത് പരിഹരിക്കപ്പെട്ടു. കാരണം 9-ാം തീയതി അന്തിമമായ രീതിയിലുള്ള റിപ്പോർട്ടായിരിക്കണം കോടതിക്ക് മുന്നിലേക്ക് വരേണ്ടത്. പ്രശ്നം പരിഹരിച്ചു കൊണ്ടുള്ള റിപ്പോർട്ട്, അല്ലെങ്കിൽ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിലുള്ള യെസ് ഓർ നോ എന്ന രീതിയിലായിരിക്കണം അത്തരം ഒരു നിർദ്ദേശമായിട്ട് തന്നെ വന്നിരുന്നു. ഹൈക്കോടതി ഉത്തരവ് അത് അങ്ങനെയുണ്ട്, പ്രശ്നം തീർക്കണമെന്നുണ്ട്. അപ്പോൾ അതിൽ കർശന നടപടി സ്വീകരിക്കണമെന്നൊരു നിർദ്ദേശമാണ് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി മുന്നോട്ട് വെച്ചത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 9-ാം തീയതിക്കും കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ അതിനു മുൻപ് പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങണമെങ്കിൽ ഹൈക്കോടതിയുടെ തന്നെ അനുമതി അടക്കം വേണം. ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പോലീസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കോടതി ഇന്ന് ആ കേസ് പരിഗണിക്കുന്നുണ്ട്. ഇതിൽ ഇനി സമയം കൂടുതലോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് എന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കോടതിയെ അറിയിക്കും. അപ്പോൾ അതിനു മുൻപായിട്ട് ഏത് രീതിയിലുള്ളൊരു തീരുമാനമാണ് ഉണ്ടാകുക എന്നതെല്ലാം വളരെ നിർണായകമാണ്. ഏതായാലും അവിടെയുള്ള ജനങ്ങൾ സർക്കാർ തങ്ങളുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് ഒരു വിഭാഗം പേർ പറയുന്നുണ്ട്. എന്നാൽ സബ്മിഷനിൽ നിയമസഭയിൽ അവിടുത്തെ MLA ആയ VP സജീന്ദ്രൻ ഉന്നയിച്ച സബ്മിഷനിൽ അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികളെല്ലാം ഉണ്ട് എന്നത് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഏതായാലും സർക്കാരിൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികളും ഇന്ന് കോടതിയിലേക്ക് വരികയും ചെയ്യും. പാരിയത്തുകാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ ദിവസങ്ങളിലെ കോടതി നടപടികൾ. വളരെ നിർണായകമായ കോടതി നടപടികളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊച്ചിയിൽ വൻ ലഹരിമരുന്ന് വേട്ട. 100ഓളം റെയ്ഡുകളിൽ നിന്നായി 37 പേരെ അറസ്റ്റ് ചെയ്തു. 37 കേസുകളും രജിസ്റ്റർ ചെയ്തു. തൃക്കാക്കരയിലെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ ലഹരിമരുന്ന് ഇടപാടുകാരിൽ നിന്ന് ആഡംബര കാറും 1 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. ഡാനി തന്നെ വിശദാംശങ്ങൾ നൽകും. ഡാനി, ഏകദേശം 24 മണിക്കൂറേ ആവുന്നുള്ളൂ, അതിനിടയിൽ ഇത്രയധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. തൂഫാനുമായിട്ട് സർക്കാർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? ഈ പരിശോധനകളുടെ ഒരു റിസൾട്ട് നോക്കുമ്പോൾ ആ രീതിയിൽ തന്നെ വേണം കാണാനായിട്ട്. കാരണം ഇതിപ്പോൾ നഗരപരിധിയിൽ മാത്രമാണ് 37 കേസുകൾ. റൂറൽ ലിമിറ്റിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ പെരുമ്പാവൂർ മേഖലകൾ അടക്കമുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ വരുമ്പോൾ 50-ലധികം കേസുകളിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അത് ഓരോ ദിവസവും ഇപ്പോൾ ഇന്നത്തെയും കൂടി ആകുമ്പോഴേക്ക് അപ്ഡേഷൻ കുറച്ചുകൂടി വലുതാകും. പരിശോധനകൾ നടത്തിയതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ ഈ എറണാകുളം നഗരം കേന്ദ്രീകരിച്ച് പോലീസ് നല്ല രീതിയിലുള്ളൊരു പരിശോധനകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ചെറിയ ഹോട്ടലുകൾ, പോലീസ് പറയുന്നത് ഇപ്പോഴങ്ങനെയാണ്, ചെറുകിട ഹോട്ടലുകളുണ്ട്. വൻകിട ഹോട്ടലുകളിലേക്കാൾ കൂടുതൽ ഇടപാടുകാർ എത്തുന്ന നഗരത്തിലെ ഈ ചെറുകിട ഹോട്ടലുകൾ ഒട്ടനവധിയായിട്ട് പലയിടങ്ങളിലും തന്നെ വരുന്നുണ്ട്. കാരണം ഇവിടങ്ങളിൽ താമസിച്ച് ഒരു ദിവസങ്ങളിൽ താമസിച്ച് കടന്നു പോകുന്നവർ നിരവധിയുണ്ട്. അവർ പലരും ഇടപാടുകാരാണ്. പലരെയും അറിയിച്ചുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ വന്നുകൊണ്ടിട്ട് അവിടെ ലഹരി ഇടപാടുകൾ നടത്തുന്നു. അവർ മറ്റ് കച്ചവടക്കാരെയാണ് കാണുന്നത്. ചെറുകിട കച്ചവടക്കാർക്ക് ഇത് നൽകിക്കൊണ്ട് കടന്നു പോവുകയും ചെയ്യുന്ന രീതികളുണ്ട്. പലയിടത്തും ഒരു നൈറ്റ് ലൈഫ് എന്ന പേരിൽ തന്നെ ഈ യുവാക്കൾ ഇറങ്ങി നടക്കുന്നതുമെല്ലാം ഇതിൻ്റെ ഭാഗമാണ് എന്നൊരു സംശയം പോലീസിന് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പല ലഹരി കേസുകളും അടിപിടി കേസുകളും എല്ലാം കൊച്ചി നഗരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് വലിയ രീതിയിലുള്ളൊരു പരിശോധനയായിരുന്നു. 37 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ തൃക്കാക്കരയിൽ കൊല്ലംകുടി മുകളിൽ ഒരു ഫ്ലാറ്റ് റെയ്ഡ് ചെയ്തതിൽ നിന്നാണ് ഇടപാടുകാരായിരുന്നു, ഇത് വിൽപ്പനക്കാരെല്ലാം തന്നെയായിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അവരിൽ നിന്നൊരു ഒരു ആഡംബര കാറ്, അതോടൊപ്പം തന്നെ ഈ ഇടപാട് നടത്തി അവരുടെ പക്കൽ ആ സമയം ഉണ്ടായിരുന്ന 1 ലക്ഷം രൂപ എന്നിവയെല്ലാം പോലീസ് പിടിച്ചെടുത്തു. സമാനമായ രീതിയിലുള്ള പരിശോധനകൾ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. നമുക്കറിയാം, പെരുമ്പാവൂരിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി ഇങ്ങനെ ഈ ലഹരി കച്ചവടത്തിന്
വലിയ രീതിയിലുള്ള ഒത്താശകൾ ചെയ്യുന്നു എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. അവർ നാട്ടിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് അയക്കുന്ന പല പാർസലുകളിലും എല്ലാം ലഹരി മരുന്നുകളുണ്ട്. ഈ കഞ്ചാവും ഹാഷിഷോനും അടക്കമുള്ളവർ അവർ യഥേഷ്ടം കടത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്ന വിവരങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ആ മേഖലയിൽ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് അതൊന്നുകൂടി ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ കേസുകൾ അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. സമീപ ദിവസങ്ങളിലുമെല്ലാം തന്നെയും പരിശോധനകൾ കർശനമാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് ശക്തമായ പരിശോധനയുമായി മുന്നോട്ട് പോകുമെന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. ബദൽ സ്കൂളുകൾ സർക്കാർ കണക്കിൽ അടച്ചുപൂട്ടിയെങ്കിലും നാട്ടുകാർ മുൻകൈയെടുത്ത് സൗകര്യങ്ങൾ ഒരുക്കി ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നുണ്ട്. മലപ്പുറം കരുവാരക്കുണ്ട് അരിമണലിൽ 2 നില കെട്ടിടവും മികച്ച സൗകര്യങ്ങളും എല്ലാം നാട്ടുകാർ നേരിട്ടാണ് ഇവിടെ പഞ്ചായത്തിന്റെ കൂടി പിന്തുണയോടെ സജ്ജമാക്കിയിട്ടുള്ളത്. മാറിയ സാഹചര്യത്തിൽ സർക്കാർ അത് ഏറ്റെടുക്കണമെന്ന ആവശ്യമാണ് ശക്തമായി ഉയരുന്നത്. ഒരു ലോവർ പ്രൈമറി സ്കൂളിന് വേണ്ട അവശ്യ സംവിധാനങ്ങളും സൗകര്യങ്ങളുമെല്ലാം 2 നില കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അരിമണലിലെ ഈ ബദൽ സ്കൂളിലുണ്ട്. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. കുട്ടികൾക്ക് യൂണിഫോമും പാഠപുസ്തകങ്ങളുമെല്ലാം സർക്കാരാണ് നൽകുന്നത്. ഉച്ചഭക്ഷണത്തിന്റെ ചെലവും സർക്കാർ തന്നെ വഹിക്കുന്നു. ഇവിടെയുള്ള 6 അധ്യാപകർക്ക് പക്ഷേ ശമ്പളം നൽകുന്നത് നാട്ടുകാരാണ്. ഇതിനൊപ്പം പ്രവർത്തിച്ചിരുന്ന കരുവാരക്കുണ്ടിലെ മറ്റ് ബദൽ സ്കൂളുകളെല്ലാം ഇതിനകം അടച്ചുപൂട്ടി. ഹൈക്കോടതി ഉത്തരവിന്റെ ബലത്തിലാണ് സ്കൂൾ നടത്തിപ്പെന്ന് നാട്ടുകാർ പറയുന്നു. എന്തുകൊണ്ട് ബദൽ സ്കൂൾ കയ്യിലെ പണം മുടക്കി ഇങ്ങനെ നിലനിർത്തുന്നു എന്ന ചോദ്യത്തിന് മറുപടി പ്രകാരം അടുത്ത് ഒക്കെ 3 കിലോമീറ്റർ 3.5 കിലോമീറ്ററിൻ്റെ ഒക്കെ പരിധിയിലാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളെ മേഖല എന്ന് പറഞ്ഞാൽ പിന്നെ കൃഷിക്കാർ അതുപോലെ പാവപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് പഠിക്കാൻ ഇത്രയും സൗകര്യത്തോടുകൂടി ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സ്കൂളിൻ്റെ സൗകര്യങ്ങൾ. അപ്പോൾ ഇത്രയും നല്ലൊരു സ്കൂൾ അടച്ചുപൂട്ടി പോകുന്ന ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളെ ഈ അരിമണലിലേക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ 4 വർഷമായിട്ടും നിയമ നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. സ്കൂളിന് വേണ്ടി മൈതാനം നിർമ്മിക്കാൻ സ്ഥലം വരെ ക്ലബിന്റെ നേതൃത്വത്തിൽ വാങ്ങിയിട്ടുണ്ട്. ഇത്രയും സൗകര്യങ്ങളുള്ള ഈ സ്കൂൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യമാണ് നാടിന് ഒന്നാകെ പങ്കുവെക്കാനുള്ളത്. അതെ, ഞങ്ങൾ ഭയങ്കര പ്രതിസന്ധിയിലാണ് സാമ്പത്തികമായിട്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ചലഞ്ചുകൾ അതുപോലെ തന്നെ ക്ലബ്ബ് വ്യക്തികൾ എന്നിവരൊക്കെ സഹായിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്കിപ്പോൾ ഭരണമാറ്റങ്ങളൊക്കെ വന്നതുകൊണ്ട് നല്ലൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അത് ശരിയാവും. ഒരു LP സ്കൂളായി ഉയർത്തും. അതുവരെയെങ്കിലും ഞങ്ങൾക്ക് LP സ്കൂളായി ഉയർത്തുന്നവരെയെങ്കിലും സാമ്പത്തിക സഹായങ്ങളും ഒക്കെ കിട്ടേണ്ടത്. അപ്പോൾ സർക്കാർ ഭാഗത്ത് നിന്ന് അതൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ. സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതുകൊണ്ട് മാത്രം സാധാരണ സ്കൂളിലുള്ള അവസ്ഥ ഇവിടെ ഉണ്ടാകില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇക്കാര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ സർക്കാർ ഈ ബദൽ സ്കൂൾ ഏറ്റെടുക്കേണ്ടത് നാടിനെ സംബന്ധിച്ച് അനിവാര്യമാണ്. ന്യൂസ് 18 മലപ്പുറം. പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കം തന്നെ ക്യാമ്പസിൽ വസന്തം ഒരുക്കിയിരിക്കുകയാണ് വയനാട് സുൽത്താൻ ബത്തേരി സർവജന ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ക്യാമ്പസിൽ ഹരിതാഭയും ഉണർവും പകരാൻ 200ഓളം സൂര്യകാന്തി ചെടികൾ നട്ടുകൊണ്ട് ഫ്ലവർ ക്യാമ്പസ് പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇവിടുത്തെ NSS വോളണ്ടിയർമാർ. പുതിയ അധ്യയന വർഷത്തിന്റെ ആദ്യ ദിനം തന്നെ വേറിട്ടൊരു പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനവുമായാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി സർവജന ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാർ രംഗത്തെത്തിയത്. വിദ്യാലയമുറ്റത്ത് 200ഓളം സൂര്യകാന്തി ചെടികൾ നട്ടുകൊണ്ട് ഫ്ലവർ ക്യാമ്പസ് പദ്ധതിക്ക് വിദ്യാർത്ഥികൾ തുടക്കം കുറിച്ചു. കഴിഞ്ഞ 4 വർഷമായി സ്കൂളിൽ വിജയകരമായി നടപ്പിലാക്കി വരുന്ന ഗ്രീൻ ക്യാമ്പസ്, ഫ്രൂട്ട് ക്യാമ്പസ്, ഫ്ലവർ ക്യാമ്പസ് പദ്ധതികളുടെ ഭാഗമായാണ് ഈ വർഷത്തെ സൂര്യകാന്തി തോട്ട നിർമ്മാണം. നഗരസഭ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെയാണ് വിദ്യാർത്ഥികൾക്കായി ചെടിച്ചട്ടികളും തടങ്ങളും ഒരുക്കിയത്. നഗരസഭയുടെയും സ്കൂൾ അധികൃതരുടെയും PTA പൂർണ്ണമായ പിന്തുണയോടെയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം ക്യാമ്പസിൽ നടന്നത്. വിദ്യാലയത്തിലേക്ക് എത്തിയ നവാഗതരെ വരവേൽക്കുന്നതിനൊപ്പം ക്യാമ്പസിന് ഒരു പുത്തൻ ഉണർവ് നൽകാനും വിദ്യാർത്ഥികളുടെ ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചു. പരിസ്ഥിതി സംരക്ഷണവും കൃഷിയും പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ വരും ദിവസങ്ങളിലും കൂടുതൽ സജീവമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. എല്ലാ കണ്ണുകളും നിയമസഭയിലേക്കാണ്. നിർണായകമായ ദിവസമാണ്. രാവിലെ പൂർണ്ണമാവുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോൾ കാണാം. നമസ്കാരം.